നല്ല പച്ച കളർ സ്വിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിന്ന് ഇന്ദിരാനഗറിലെ ഹാംലീസിൽ പോയപ്പോൾ കണ്ടതാണിത്. റാക്ക് ഫുള്ള് മജോറിറ്റ്സിൻ്റെ കാർഡ്സ്. എല്ലാവരും ഹോട്ട് വീൽസിൻ്റെ പുറകെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഹോട്ട് വീൽസ് കണ്ടു കിട്ടാൻ പോലും ഇല്ല, പക്ഷേ മജോറിറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. മജോറിറ്റ്സിൻ്റെ കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 200 റുപ്പീസാണ്. അവർക്ക് 400ൻ്റെയും 500ൻ്റെയും കാർഡ്സ് ഉണ്ട്. 400ൻ്റെ കാറിൻ്റെയൊക്കെ ഡോറും ഹുഡും ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് 500ൻ്റെ. ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും ഹോട്ട് വീൽസിൻ്റെ പുറകെ എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അവിടുന്ന് ഇന്ത്യൻ കാർസ് വരെ കിട്ടി. ഇത് കാണുന്നത് ജിംനിയും അതുപോലെ തന്നെ മാരുതിയുടെ സ്വിഫ്റ്റുമാണ്. അത് മാത്രമല്ല ലംബോർഗിനി, പോർഷെ, ഓഡി അതുപോലെ എല്ലാ കാർഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ പെയിൻറ്റ് ജോബ് എനിക്ക് തോന്നുന്നു ഹോട്ട് വീൽസിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 200 റുപ്പീസാണ് ഇവരിതിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അവിടുന്ന് കുറച്ച് ഇന്ത്യൻ കാർഡ്സിൻ്റെ ഡൈകാസ്റ്റ് കിട്ടിയിരുന്നു. ഇത് സിട്രോൺ ആണ്. പിന്നെ എനിക്ക് മാരുതിയുടെ സ്വിഫ്റ്റ് കിട്ടി. സ്വിഫ്റ്റിൻ്റെ പെയിൻറ്റ് ജോബൊക്കെ ഹോട്ട് വീൽസിനേക്കാളും എത്രയോ മടങ്ങ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഡോഡ്ജ് കിട്ടി, അതുപോലെ തന്നെ ജീപ്പ് കിട്ടി, പിന്നെ i20 കിട്ടി മക്കളെ. എനിക്ക് അവിടെ i20. ഞാൻ മജോറിറ്റ്സിൻ്റെ വലിയ ഫാനൊന്നും അല്ല, പക്ഷേ ഈ ഇന്ത്യൻ കാർഡ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എടുത്തു. പിന്നെ കുറച്ച് സൂപ്പർ കാർഡ്സ് അവിടെ കണ്ടു. 4GT, ഓഡി R8, ലംബോർഗിനി. അങ്ങനെ അവിടുന്ന് കിട്ടിയ കുറച്ച് കാർഡ്സുമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കാർഡ്സ് ഇനി അവൈലബിൾ ആണ്. വേണ്ടവർ വിസിറ്റ് ചെയ്താൽ മതി ഇന്ദിരാനഗറിലെ ഹാംലി. അപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടിയ ഇന്ത്യൻ കാർഡ്സ് ഇതൊക്കെയാണ്: സിട്രോൺ, i20, ജിംനിയും സ്വിഫ്റ്റും, പിന്നെ ഒരു ഫോർഡ് മസ്താങ്ങും ഓഡി R8. അപ്പോൾ ഇതുപോലത്തെ മോർ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരെ ബൈ ഫ്രം ശേഖരൻകുട്ടി വ്ളോഗ്സ്.